ബി.ജെ.പിയുടെ A+ മണ്ഡലമായ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി ബി.ജെ.പി. യുവനടൻ ഉണ്ണി മുകുന്ദൻ മുതൽ ശോഭാ സുരേന്ദ്രൻ, സി കൃഷ്ണകുമാർ, പത്മജ വേണുഗോപാൽ എന്നീ പ്രമുഖരടങ്ങുന്നതാണ് സാധ്യതാ പട്ടിക. പാലക്കാട്ടെ ഉഷ്ണക്കാറ്റ് പലപ്പോഴും ബി.ജെ.പിക്ക് അനുകൂലമാണ് എന്ന് തോന്നിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ തവണ ഇ ശ്രീധരനാണ് മത്സരിച്ചത്. വളരെ ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഇത്തവണ ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥിയാണ് ബി.ജെ.പി പരീക്ഷിക്കുന്നത്. സിനിമാ നടൻ ഉണ്ണി മുകുന്ദനെ പരീക്ഷിച്ചാലും അതിശയപ്പെടാനില്ല എന്നാണ് ബി.ജെ.പി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വേണ്ടി മത്സരിച്ച സി കൃഷ്ണകുമാർ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. സി കൃഷ്ണകുമാർ പാലക്കാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും സുപരിചിതനുമാണ്. അദ്ദേഹത്തെ പരീക്ഷിക്കാനാണ് ബി.ജെ.പിയിലെ ഒരു വിഭാഗം താൽപ്പര്യപ്പെടുന്നത്. ഇത്തവണ ആലപ്പുഴയിലും കഴിഞ്ഞ തവണ ആറ്റിങ്ങലും വലിയ മുന്നേറ്റമുണ്ടാക്കിയ ബി.ജെ.പിക്കാരുടെ ആവേശമായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പാലക്കാട് പണ്ട് മത്സരിച്ചിട്ടുണ്ട്. അതേ മത്സരാവേശത്തോടുകൂടി ശോഭാ സുരേന്ദ്രൻ കളത്തിലിറങ്ങിയാൽ പാലക്കാട് ഇങ്ങ് പോരുമെന്നാണ് ബി.ജെ.പിയിലെ പ്രബല വിഭാഗം അവകാശപ്പെടുന്നത്. ബി.ജെ.പിയുടെ ചാനൽ മുഖമായിട്ടുള്ള സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യരുടെ പേരും ഇക്കുറി പറഞ്ഞു കേൾക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ പാലക്കാട് പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും പ്രവർത്തനം കേന്ദ്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ അടുത്ത കാലത്ത് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാലിൻ്റെ പേരും ബി.ജെ.പി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അഥവാ കെ മുരളീധരൻ രംഗത്തെത്തുകയാണെങ്കിൽ സഹോദരന്മാർ തമ്മിലുള്ളൊരു മത്സരത്തിന് പാലക്കാട് കളമൊരുങ്ങും. വി എസ് രഞ്ജിത്ത്, റിപ്പോർട്ടർ.